ഹായ് ഫ്രണ്ട്സ്, ഞാൻ തയ്യാർ ചെയ്യാൻ പോകുന്നത് വെള്ളരിക്ക തക്കാളി പച്ചടിയാണ്. നമുക്ക് ആദ്യം പുളിയില്ലാത്ത കട്ട തൈരാണ് തയ്യാർ ചെയ്യേണ്ടത്. അതിനായിട്ട് ഞാനിപ്പോൾ 1 ലിറ്റർ പാല് കാച്ചി കുറുക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 3 സ്പൂൺ കണക്കാക്കി കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കിയ തൈര് നമുക്ക് ഒരു രാത്രി മുഴുവൻ അടച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ ഇതൊക്കെയാണ്. വെള്ളരിക്ക എടുത്തിട്ടുണ്ട്, തക്കാളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയും ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി പച്ചക്കറികളൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുക്കാം. അരിഞ്ഞ കഷ്ണങ്ങളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വേവാൻ എത്ര വെള്ളം ആവശ്യമുണ്ട് അത് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. പച്ചക്കറികളൊക്കെ വേവുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഞാനിപ്പോൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ജീരകം ഇട്ട ശേഷം നല്ല മഷി പോലെ അരച്ചെടുക്കുക. പച്ചക്കറികളൊക്കെ ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയും വെള്ളം നമുക്ക് ആവശ്യമില്ല. വെള്ളം ആവശ്യമില്ലെങ്കിൽ കുറച്ച് മാറ്റിയെടുക്കാവുന്നതാണ്. നമ്മൾ തലേ ദിവസം തൈരാക്കാൻ വെച്ചിരുന്നത് എന്തായെന്ന് നോക്കാം. നല്ല കട്ട തൈരായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. പുളിപ്പില്ലാത്ത നല്ല കട്ട തൈരാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇത്രയും ആവശ്യമുള്ള കറിക്ക് ഞാനിതിൽ നിന്ന് കുറച്ച് മാറ്റിയെടുക്കുന്നുണ്ട്. തൈര് തവി കൊണ്ടൊന്ന് ഉടച്ച ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും ജീരകവും ചേർത്തുള്ള മിക്സ് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇവയിലേക്ക് നമുക്ക് വേവിച്ച പച്ചക്കറികൾ കുറച്ച് വെള്ളത്തോടു കൂടി തന്നെ ചേർത്ത് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിവ അടുപ്പിലോട്ടൊന്ന് മാറ്റിയേക്കാം. ഒരു 2-3 മിനിറ്റ് ചൂടാക്കിയാൽ മതി. തിളപ്പിക്കരുത്, ചൂടാക്കിയാൽ മതി. അതിനുശേഷം സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ തന്നെ നമുക്ക് വെണ്ടയ്ക്ക വെച്ചും പച്ചടി ചെയ്യാവുന്നതാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടി റെസിപ്പിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മുടെ വെള്ളരിക്ക തക്കാളി പച്ചടിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചോറിനോടൊപ്പം കഴിക്കാൻ അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണിത്. നല്ല കുറുകിയ പച്ചടിയാണിത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻസും എന്നെ അറിയിക്കുക.